السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരുപാട് മഹത്വങ്ങളും പ്രത്യേകതകളുമുള്ള മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്താനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനുള്ള പ്രാധാന്യം നമുക്കറിയാം. ഇസ്ലാമിൽ അവർക്ക് വലിയ സ്ഥാനമാണ്. എല്ലാ സ്വഹാബത്തിനും പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്വഹാബത്തിനും വെവ്വേറെ രീതിയിലുള്ള പ്രത്യേകതകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഫളായിലു സ്വഹാബ, സ്വഹാബത്തിന്റെ ശ്രേഷ്ഠതകൾ എന്ന ഭാഗം തന്നെ പ്രത്യേകമായി നമുക്ക് വായിക്കാൻ സാധിക്കും. അതിൽ പരാമർശിക്കുന്നത് സ്വഹാബത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുതൽ പിന്നീട് വരുന്ന സ്വഹാബത്തുൽ കിറാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരിൽ ഒരാളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്ന, അതല്ലെങ്കിൽ അനിവാര്യമായും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തേണ്ട ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മനഃപ്പാഠമാക്കാനുള്ള നല്ല കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എത്ര ഹദീസുകൾ വേണമെങ്കിലും മനഃപ്പാഠമാക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. ഒരു മടിയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഹദീസുകളിൽ നിന്ന് വായിക്കാൻ കഴിയുന്ന ഒന്നാണ്. ആ ഭാഗം അൽജമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി അദ്ദേഹത്തിന്റെ വാക്ക് നമുക്ക് വായിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയായിരുന്നാലും അദ്ദേഹത്തിന്റെ വയറ് നിറയുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുന്ന ഒരു പ്രത്യേകത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മുഹാജിറുകൾ കച്ചവടത്തിന് വേണ്ടി പോയിരുന്നു. അതുപോലെ തന്നെ അൻസാരികളായ സ്വഹാബികൾ അവരുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ വിശപ്പ് സഹിച്ച്
അന്നത്തെ ഏറ്റവും പാവപ്പെട്ടവരുടെ കൂട്ടത്തിലായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിശപ്പ് സഹിച്ച് താമസിക്കാൻ സ്വന്തമായി വീടില്ല, അതുപോലെ തന്നെ ധാരാളമായി വസ്ത്രങ്ങളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ ഒരു ഭാഗത്ത് കൂടി ഇരുന്ന് ദീൻ പഠിക്കുകയും അവിടെ തന്നെ താമസിക്കുകയും ചെയ്തിരുന്ന സ്വഹാബികളിൽപ്പെട്ട ഒരാളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഹദീസിനോടുള്ള താല്പര്യം വലുതായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന വലിയ ഒരു ഗുണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കഴിയുന്നതും കേൾക്കുക, സാധ്യമാകുന്ന രീതിയിലൊക്കെ മനഃപ്പാഠമാക്കുക. ഇനി മറ്റൊരു പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഏറ്റവും കൂടുതലായി ഏത് സ്വഹാബിയിലൂടെയാണ് നമുക്ക് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിലുള്ള മറുപടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നാണ്. ഒരുപാട് റിപ്പോർട്ടുകൾ, പല ഹദീസുകളും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അൻ അബീ ഹുറൈറ, അൻ അബീ ഹുറൈറ, എത്രയോ ഹദീസുകൾ അങ്ങനെയാണ്. അപ്പൊ ആ സ്വഹാബിയിലൂടെ ഒട്ടനവധി ഹദീസുകൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹദീസിന്റെ കിതാബുകളിൽ ധാരാളം അങ്ങനെ വായിക്കാൻ സാധിക്കും. അത് അദ്ദേഹത്തിന്റെ വലിയ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. പിന്നെ ഹദീസുകൾ കൂടുതലായി മനഃപ്പാഠമാക്കിയത് കൊണ്ടും ഒട്ടനവധി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടും ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ആക്ഷേപം ഏൽക്കേണ്ടി വന്നവരിൽ പ്രധാനിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായി ആക്ഷേപിക്കപ്പെട്ടവർ 4 ആളുകളാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതിന്റെ പ്രധാന കാരണം ഒരുപാട് ഹദീസുകൾ അദ്ദേഹം മനഃപ്പാഠമാക്കി, ഒരുപാട് ഹദീസുകൾ അദ്ദേഹത്തിലൂടെ റിവായത്ത് ചെയ്യപ്പെട്ടു. രണ്ടാമത്തേത് മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലയാണ്, താബിഈങ്ങളിൽ പ്രധാനിയാണ്. എന്താ അദ്ദേഹം ആക്ഷേപിക്കപ്പെടാനുള്ള കാരണം? താബിഈകളുടെ കാലഘട്ടത്തിൽ ഹദീസുകളെ ക്രോഡീകരിച്ച പണ്ഡിതന്മാരിൽ പ്രധാനിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആക്ഷേപമുണ്ടായി. മൂന്നാമതായി ആക്ഷേപം കൂടുതലായി കിട്ടിയത് ഇമാം തൊബരി റഹിമഹുല്ലയാണ്. കാരണം ഇസ്ലാമിക ചരിത്രം ഏറ്റവും നല്ല രൂപത്തിൽ ക്രോഡീകരിച്ച പണ്ഡിതനാണ് ഇമാം തൊബരി. അദ്ദേഹത്തിന്റെ താരിഖ് തൊബരി എന്ന പേരിൽ അറിയപ്പെടുന്ന ബൃഹത്തായ ഗ്രന്ഥമുണ്ട്. അപ്പോൾ ചരിത്രം, ഇസ്ലാമിന്റെ ചരിത്രം വലിയ പ്രധാനമാണ്. ആ ചരിത്രം ക്രോഡീകരിച്ചു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആക്ഷേപമുണ്ടായി. നാലാമത്തേത് ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം എഴുതിയതോടുകൂടി ഒരുപാട് ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. ഇന്നും അതിന്റെ പേരിൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് ആക്ഷേപങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. എന്തേ അതിന്റെ എല്ലാം കാരണം? മുഖ്യ കാരണം, മർമ്മം എന്താണ്? ഹദീസുകളിൽ അവർ കൈവച്ചു എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് അവരുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടായിരുന്നു. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരിക്കൽ സ്വഹാബത്ത് കൂടിയിരിക്കുന്നിടത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യബ്സുതു തൗബഹു, ആരാണ് തന്റെ വസ്ത്രം വിരിച്ചു വെക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയാണ്, ആരാണ് തന്റെ വസ്ത്രം വിരിച്ചു വെക്കുക? ആ വസ്ത്രം നിലത്ത് വിരിച്ചിട്ട് പിന്നീട് അത് എടുത്തു പുതച്ചാൽ അയാൾ പിന്നെ ഒരിക്കലും മറക്കുകയില്ല, അയാൾക്ക് മറവി സംഭവിക്കുകയില്ല, നല്ല ഓർമ്മശക്തി അയാൾക്കുണ്ടാകും. അത് കേട്ടപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ തട്ടം നിലത്ത് വിരിച്ച് അല്പനേരത്തിന് ശേഷം അതെടുത്ത് പുതച്ചു. പിന്നീട് അദ്ദേഹം പറയുന്നു, ഫമാ നസീതു ശൈഅൻ സമിഅതുഹു മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒന്നും ഞാൻ അതിനുശേഷം മറന്നിട്ടില്ല. അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്, അവിടുത്തെ ഇഅ്ജാസുകളിൽ എണ്ണപ്പെടുന്ന കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പുതപ്പ് എടുത്തു പുതച്ചു. പിന്നീട് അദ്ദേഹത്തിന് ഹദീസുകൾ മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് പറഞ്ഞു,
ഞാൻ ഹദീസുകൾ പറയാം, നിങ്ങൾ കേൾക്കണം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ സുന്നത്ത് നമസ്കരിക്കുന്ന സന്ദർഭമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നമസ്കാരം ആരംഭിച്ചു, സ്വഹാബി ഹദീസുകൾ പറയാൻ തുടങ്ങി. നമസ്കാരം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഹിഫ്ദിലുള്ള ഹദീസുകൾ അദ്ദേഹം പറഞ്ഞു തീർത്തു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവം ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തപ്പോൾ, അലാ യുഅജിബുക അബൂ ഹുറൈറ, അബൂ ഹുറൈറയുടെ കാര്യം താങ്കളെ അത്ഭുതപ്പെടുത്തുന്നില്ലേ എന്നാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്. എന്ത് അത്ഭുതപ്പെടുത്താനുള്ള കാരണം? സുന്നത്ത് നമസ്കാരം തീർന്നപ്പോഴേക്കും എത്രയോ ഹദീസുകൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം, അദ്ദേഹത്തിന്റെ ഹിഫ്ദിലുള്ള ഹദീസുകൾ പറയാം. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകുക. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു, അദ്ദേഹത്തെ ഇനി ഞാൻ കണ്ടാൽ ഞാൻ മറുപടി പറയുന്ന, കാരണം ഇത്ര വേഗത്തിൽ ഹദീസുകൾ പറഞ്ഞു തീർക്കാൻ പാടില്ല. ഇമാം നവവി റഹിമഹുല്ലാഹ് അത് വിശദീകരിച്ചപ്പോ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഒരു മുതാബഅത്ത്, ഒരു ഹദീസ് കഴിഞ്ഞാൽ അടുത്ത ഹദീസ്, അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പറയുന്ന ഒരു പ്രത്യേകത പറയാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ഈ സ്വഹാബിക്കുണ്ടായിരുന്നു. ഒരു തപ്പിത്തരച്ചിലൊന്നുമില്ല. ഒരു ഹദീസ് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പറയുന്ന വലിയൊരു കഴിവ് ആ സ്വഹാബിക്കുണ്ടായിരുന്നു എന്നാണ്. അപ്പോ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രത്യേകം വസിയത്ത് കിട്ടിയ ഒരു സ്വഹാബിയാണ്. പ്രത്യേകം ചില ഉപദേശങ്ങൾ ഓരോ സ്വഹാബത്തിനും കിട്ടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കിട്ടിയിട്ടുണ്ട്, അബൂദർ റളിയല്ലാഹു അൻഹു കിട്ടിയിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഓരോ സ്വഹാബത്തിനും പല സന്ദർഭങ്ങളിലായി ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മറച്ചു വെക്കുന്ന കാര്യം അദ്ദേഹത്തിന് വലിയ പേടിയായിരുന്നു. ഒരു ഹദീസ് മറച്ചു വെക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എന്താ അതിന്റെ കാരണം? വലൗല ആയതാനി അൻസലഹുമല്ലാഹു ഫീ കിതാബിഹി മാ ഹദ്ദസ്തു ശൈഅൻ അബദാ എന്നാണ്. രണ്ടായത്തുകൾ ഖുർആനിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു ഹദീസും പറയുമായിരുന്നില്ല. രണ്ടായത്തുകൾ അദ്ദേഹത്തിന് വലിയ പേടിയുണ്ടാക്കി. അതിലൊരായത്ത് ഏതാണ്? ഇന്നല്ലദീന യക്തുമൂനല്ലാഹ മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ തെളിവുകൾ ഇറക്കിയിട്ട് അത് മറച്ചു വെക്കുന്ന ആളുകൾക്ക്, ആ ബയ്യിനാത്തും ഹുദയും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവർക്ക് ശാപം ഉണ്ടാകും, ശിക്ഷയുണ്ടാകും എന്ന് പഠിപ്പിക്കുന്ന രണ്ട് ആയത്തുകൾ. ഈ ആയത്തുകൾ ഉള്ളതുകൊണ്ട് ആ സ്വഹാബി അദ്ദേഹം മനഃപ്പാഠമാക്കിയ എല്ലാ ഹദീസുകളും സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. ഈ ആയത്തോടുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 3 തവണ ബോധം കെട്ട് വീഴാൻ, അത്രത്തോളം പേടിണ്ടായിരുന്ന. ഓരോന്ന് പറയാൻ ഉദ്ദേശിക്കും അദ്ദേഹം ബോധരഹിതനായി വീഴും. അങ്ങനെ അവസാനം ഈ ആയത്തോടിയിട്ട് അതിന്റെ ഗൗരവം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കാണാൻ സാധിക്കും. ഇങ്ങനെയെല്ലാം ഒരുപാട് പ്രത്യേകതകളും സ്വഭാവ വിശേഷണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ജീവിതമായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജീവിതം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ വലിയ ഒരു സംഭവം ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തതായി കാണാൻ സാധിക്കും. ആ സംഭവത്തിന്റെ ചുരുക്കമാണ് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണത്? ആ സ്വഹാബിയുടെ ഉമ്മ മുശ്രിക്കത്തായിരുന്നു. അതിന്റെ ചുരുക്കമാണ് ഞാൻ വിശദീകരിക്കുന്നത്. മുശ്രിക്കത്തായ ഉമ്മയായിരുന്നു. അപ്പൊ ഈ സ്വഹാബിക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത, കുൻതു അദഉ ഉമ്മി ഇലൽ ഇസ്ലാം വഹിയ മുശ്രിക്കത്തുൻ. ഞാൻ എന്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു, ഉമ്മ മുശ്രിക്കത്തായിരുന്നു. ഫദഅഉതുഹാ യൗമൻ, അങ്ങനെ ഒരു ദിവസം ഞാൻ ഉമ്മയെ വിളിക്കാൻ വീട്ടിലേക്ക്